ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള റെസിപ്പി. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പോവാ നമ്മള് അങ്കമാലി പോർക്ക് ഫ്രൈ. അപ്പൊ അതിന്റെ എന്താ പറയാ പല രീതിയിൽ ഉണ്ട് കേട്ടോ അങ്കമാലി പോർക്കിന്റെ റെസിപ്പികൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാറ്ററിങ്ങിന് കല്യാണത്തിന് കാറ്ററിങ്ങിന് ഉള്ള ആ ഒരു പോർക്ക് കറി, ആ ഒരു പോർക്ക് ഫ്രൈ ഉണ്ട്. ആ ഒരു സ്റ്റൈലില് നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയൊക്കെ പറഞ്ഞിട്ട് ഡ്രൈ ആയിട്ടുള്ള ആ ഒരു പോർക്കാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. ഒരു കുറച്ച് ടൈമില് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ മറ്റെല്ലാ റെസിപ്പീസും കാണാം. പിന്നെ അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പേജസ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ റെസിപ്പി കാണാം നമുക്ക്. അപ്പൊ നമ്മള് 1/2 കിലോ പോർക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പൊ പോർക്ക് ആദ്യം തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കുമ്പോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഒരു 2 വിസിലടിച്ചാൽ മതി. പോർക്ക് ഇതുപോലെ ചെറുതാക്കി നോക്കി കഴിഞ്ഞാൽ വെന്തും കിട്ടും. അപ്പൊ ഞാനിത് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പോർക്കാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ട് മഞ്ഞളും ഉപ്പും മാത്രം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഉപ്പും മാത്രം തിരുമ്പി നമ്മൾ കുക്ക് ചെയ്ത് എടുത്ത പോർക്കാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മള് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരു തൊട അതും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതായത് ചെറുതായിട്ട് ഈ 11 കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നാല് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ 4 വറ്റൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു സവാള, അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടു. ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. പോർക്കിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. ഈ സവാള ഒന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കും. ഇപ്പൊ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടാൻ പോകുന്നത് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണേ. അതിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇതിന് വെള്ളമൊന്നും ഇല്ല വെച്ചിരിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നന്നായി പിഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കുക്കർ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഉരുകി വന്ന് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ വെള്ളം അങ്ങനെ വരില്ല കേട്ടോ.
സോയാ സോസ് ആണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാൻ പോവാണ്. ഒരുവിധം ഡ്രൈ ആണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഈ ചെറിയ നെയ്യിലൊക്കെ കിടന്ന് ഇങ്ങനെ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ വരും. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഒരു എന്താ പറയാ, ചോറിന്റെ കൂടെ ഒരു മുരൊഴിച്ച് കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കിട്ടുവാണ്. അപ്പൊ എന്തായാലും ഭയങ്കര ഈസി ആയിട്ടുള്ള അപ്പൊ വെരി ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. പോർക്ക് വേവിക്കേണ്ട ഒരു താമസമുള്ള ഇങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പെരുന്നാളും സദ്യയൊക്കെ വരുന്ന സമയത്ത് പോർക്ക് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഈ ഒരു രീതി, ഇപ്പൊ നാളികേരൊന്നും ഇല്ലാണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് എല്ലാരും പറയും. എന്തായാലും ഗസ്റ്റിനെ ഞെട്ടിക്കാം നിങ്ങൾക്ക്. അപ്പൊ അടുത്ത തവണ നമുക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയായി കാണാം. ബൈ.